ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കും. ശബരിമലയിൽ വൻ കവർച്ചയ്ക്ക് പ്രതികൾ പദ്ധതിയിട്ടെന്ന പ്രത്യേക അന്വേഷണ സംഘം. ശ്രീകോവിലിലെ മറ്റു സ്വർണ്ണ ഉരുപ്പടികളും കവർച്ച ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ആസൂത്രണം നടത്തി. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ പ്രതികൾ ബംഗളൂരുവിൽ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നും SITയുടെ കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ എതിർത്തുള്ള സത്യവാങ്മൂലത്തിലാണ് SITയുടെ വെളിപ്പെടുത്തൽ. ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നാണ് സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്തത്. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ പ്രതികൾ ബംഗളൂരുവിൽ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി. തെളിവുകൾ നശിപ്പിക്കുന്നതിനായിരുന്നു കൂടിക്കാഴ്ച. CDR പരിശോധനയിൽ ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട്. ശബരിമലയിലെ മറ്റ് അമൂല്യ വസ്തുക്കളും തട്ടിയെടുക്കാൻ സംഘം ശ്രമിച്ചുവെന്നും SIT കണ്ടെത്തി. കവർച്ചയിൽ ഗോവർദ്ധന് മുഖ്യ പങ്കുണ്ട്. പ്രായച്ചിത്തമായി ഗോവർദ്ധൻ സ്വർണവും പണവും നൽകിയത്. എന്നാൽ പണം നൽകിയത് ദേവസ്വം ബോർഡിനല്ല, എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ് പണം കൈമാറിയതെന്നും SIT കണ്ടെത്തി. 1999 സ്വർണം പൂശിയതിനെ കുറിച്ച് ഗോവർദ്ധന് അറിവുണ്ടായിരുന്നു. 95 മുതൽ ശബരിമലയിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ഗോവർദ്ധനെന്നും SIT. പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് സ്വർണം കൈപ്പറ്റിയത് ഗോവർദ്ധന്റെ നിർദ്ദേശാനുസരണമെന്ന കൽപേഷിന്റെ മൊഴി നിർണായകമായി. കവർച്ച പോയ സ്വർണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടക്കുന്നതായി SIT സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെതിരെ കൂടുതൽ തെളിവുകളുമായി SIT. ദേവസ്വം മിനിറ്റ്സിൽ A. പത്മകുമാർ ചെമ്പുപാളി എന്ന് തിരുത്തി എഴുതിയത് മനഃപൂർവ്വമാണ്. കട്ടിളപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യപ്പെട്ടത് തന്ത്രി എന്ന പത്മകുമാറിന്റെ വാദം തെറ്റാണ്. മഹസറിൽ തന്ത്രി ഒപ്പിട്ടെന്ന വാദത്തിനും തെളിവില്ല. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരക്കിലേക്ക്. ഏപ്രിൽ 2ാം വാരം ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് സൂചന. അടുത്ത മാസം ആദ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെത്തും. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക അവലോകനം പൂർത്തിയായി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി കേന്ദ്ര ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ച നടത്തി. സംസ്ഥാനങ്ങളിലെ ക്രമസമാധാന സാഹചര്യമാണ് ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയത്. കേരളത്തിൽ ഏപ്രിൽ 2ാം വാരം തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചന. ഒറ്റഘട്ടമായാകും തെരഞ്ഞെടുപ്പ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും കമ്മീഷണർമാരും അടുത്ത മാസം ആദ്യം കേരളത്തിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തും. രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകും തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച അന്തിമ തീരുമാനം. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഒറ്റഘട്ടമായാകും തെരഞ്ഞെടുപ്പ്. അതേസമയം അസമിലും ബംഗാളിലും 3 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചന. മെയ് 7-ന് മുൻപായി 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. മാർച്ചിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമിറക്കും. മെയ് ആദ്യമാകും വോട്ടെണ്ണൽ. 24, ഡൽഹി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കിയ ടേം വ്യവസ്ഥ പുനഃപരിശോധിക്കാൻ CPM. വിജയസാധ്യത കണക്കിലെടുത്ത് MLA-മാർക്ക് ഇളവ് നൽകിയേക്കും. പാർട്ടിയെ നയിക്കാൻ വീണ്ടും എത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ 3ാം തവണയും ധർമ്മടത്ത് മത്സരിക്കും. അതിനിടെ ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ KU ജനീഷ് കുമാറും മത്സരിക്കുമെന്ന് ഉറപ്പായി. ഭരണ തുടർച്ചയുണ്ടാകണമെങ്കിൽ കർശനമായ തവണ വ്യവസ്ഥകൾ ഒഴിവാക്കണമെന്നതാണ് CPIM നേതാക്കൾക്കിടയിലെ വിലയിരുത്തൽ. MLA സ്ഥാനത്ത് 2 ടേം, മന്ത്രിസ്ഥാനത്ത് 1 ടേം എന്നായിരുന്നു CPIM തീരുമാനം. ഇപ്പോൾ സാഹചര്യം മാറി. പല മണ്ഡലങ്ങളിലും വിജയമുറപ്പിക്കാൻ സിറ്റിംഗ് MLA-മാർ മത്സരിച്ചേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് 3ാം തവണ മത്സരത്തിനിറങ്ങും. LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിലും കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ മട്ടന്നൂരിലും മത്സരിച്ചേക്കും. ടേം വ്യവസ്ഥ ഒഴിവാക്കണോ എന്നത് ആലോചിക്കുമെന്ന് CPIM നേതാവ് AK ബാലൻ. CM മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് എക്സംഷൻ ആവശ്യമായിട്ട് വരും. അനിവാര്യമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകുമ്പോൾ എക്സംഷൻ കൊടുക്കും. ഇതിനിടെ വീണ ജോർജും KU ജനീഷ് കുമാറും വീണ്ടും മത്സരിക്കുമെന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പ്രതികരിച്ചു. മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കണം, മത്സരിക്കണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കണ്ട. പാർട്ടി തീരുമാനമാണ് അന്തിമം. തീർച്ചയായിട്ടും ഇവർ ജനപ്രിയരായ നേതാക്കന്മാരും ജനപ്രതിനിധികളുമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. വീണ ജോർജ് തീർച്ചയായിട്ടും ജനങ്ങൾ ജയിപ്പിച്ചിരിക്കും. സീറ്റ് നിർണയത്തിൽ LDF-ൽ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്.
കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പെരുമ്പാവൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന് CPIM-ൽ ആവശ്യമുയർന്നു. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് തന്നെ മത്സരിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. വിജയക്കുതിപ്പ് തുടരുമെന്നും KB ഗണേഷ് കുമാർ വിശദീകരിച്ചു. പത്തനാപുരത്തല്ല ഞാൻ പത്തനാപുരത്തുകാരനല്ലേ, ഞാൻ പത്തനാപുരത്ത് തന്നെ മത്സരിക്കും, വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. നിങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട. പത്തനാപുരത്തുകാരെ എനിക്ക് നല്ല വിശ്വാസമാണ്. പത്തനാപുരത്തുകാർക്ക് ഞാനില്ലാതെ പറ്റില്ല, എനിക്ക് പത്തനാപുരത്തുകാരില്ലാതെയും പറ്റില്ല. ഞങ്ങൾ അതിനൊന്നും ഒരു സംശയമില്ല. അതിനൊക്കെ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. അതങ്ങനെ അണ്ടർസ്റ്റുഡാണ്. പത്തനാപുരത്തുകാർക്കല്ലേ അഭിമാനം. KSRTC നല്ലൊരു നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഓരോ പത്തനാപുരത്തുകാരനും ഹൃദയത്തിനുള്ളിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന മുഹൂർത്തമാണ്. അവരുടെ MLA ആണ്, അവരെ മന്ത്രിയാണ്, അവർ MLA ആക്കിയ അവർ മന്ത്രിയാക്കിയ ഒരാളാണ് KSRTCയെ നന്മയിലേക്ക് നയിക്കുന്നു പറയുമ്പോൾ പത്തനാപുരത്തുകാർക്ക്, ലോകമെമ്പാടുമുള്ള പത്തനാപുരത്തുകാർക്ക് അഭിമാനം തന്നെയാണ്. UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് ഉടൻ തുടക്കമാകും. സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റുകൾ കൈമാറുന്നതിലും മുന്നണിയിലും പാർട്ടികളിലും ചർച്ചകൾ സജീവമായി. കളമശ്ശേരി, ഇടുക്കി സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വിട്ടു നൽകണമെന്നാണ് DCC-കളുടെ ആവശ്യം. കൽപ്പറ്റയും പട്ടാമ്പിയും വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. ഈ മാസം 15-നകം സീറ്റ് വിഭജനം സംബന്ധിച്ച് ധാരണയാക്കാനാണ് UDF ആലോചന. ഇതിനു മുന്നേ ആവശ്യങ്ങൾ പരമാവധി മുന്നണി നേതൃത്വത്തെ അറിയിക്കുകയാണ് പാർട്ടികൾ. എറണാകുളം കളമശ്ശേരി സീറ്റ് മുസ്ലിം ലീഗിൽ നിന്ന് ഏറ്റെടുക്കണമെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം. പകരം കൊച്ചി വെച്ചു മാറാനാണ് ആലോചന. ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന് DCC KPCC അറിയിച്ചു. വയനാട് കൽപ്പറ്റ സീറ്റ് വിട്ടു നൽകാൻ കോൺഗ്രസിനോട് ആവശ്യമുന്നയിക്കണമെന്ന് ലീഗ് പ്രവർത്തക സമിതിയിൽ അഭിപ്രായമുയർന്നു. പാലക്കാട് കൊങ്ങാടിന് പകരം പട്ടാമ്പി വേണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെടും. മത്സരിക്കുകയാണെങ്കിൽ കൊല്ലം ചവറയിൽ തന്നെയായിരിക്കുമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ 24-നോട് പറഞ്ഞു. RSPയെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് വീണ്ടെടുക്കുക RSPയുടെ ഒരു എക്സിസ്റ്റൻസിൻ്റെ ആവശ്യമായി ഞങ്ങൾ കാണുകയാണ്. അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും പ്രവർത്തനങ്ങളുമായി അവിടുത്തെ പാർട്ടി ഘടകങ്ങൾ വളരെ മുന്നേ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനിയുള്ള ദിവസങ്ങൾ ഊർജിതപ്പെടുത്തി മുന്നോട്ട് പോകും. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനും മത്സരരംഗത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. ചെങ്ങന്നൂർ, ആറന്മുള, കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങളിലാണ് പരിഗണിക്കുന്നത്. എന്നാൽ റിപ്പോർട്ടുകൾ ചാണ്ടി ഉമ്മൻ നിഷേധിച്ചു. താൻ മത്സരിക്കുന്നതിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്നും ചാണ്ടി ഉമ്മൻ. UDF ജയിച്ചിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. എങ്ങനെയാണ് അപ്പോൾ മത്സരരംഗത്തുണ്ടാവും? അല്ലെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ K ബാബു മാറുകയാണെങ്കിൽ M ലിജുവിനാണ് കോൺഗ്രസിൽ സാധ്യത. സംഘടനയ്ക്ക് പുറത്തുള്ള സർപ്രൈസ് സ്ഥാനാർത്ഥി വേണ്ടെന്നാണ് പൊതുവികാരം. 24 കൊച്ചി. തിരുവനന്തപുരം നേമത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും താൻ വിശദീകരിച്ചതാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി. BJPയുടെ അക്കൗണ്ട് നേമത്ത് ക്ലോസ് ചെയ്തുവെന്നും അതിനെ തുറക്കില്ല എന്നും വി ശിവൻകുട്ടി പറഞ്ഞു. CPM-ഉം BJPയും തമ്മിൽ സഖ്യമുണ്ടെന്നും നേമത്ത് മത്സരിക്കാനില്ലെന്ന ശിവൻകുട്ടിയുടെ പ്രസ്താവനയിൽ അന്തർധാര അനുഭവപ്പെടുന്നുണ്ട് എന്നുമായിരുന്നു കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ പ്രതികരണം. BJPയുടെ അക്കൗണ്ട് കേരളത്തിൽ നേമത്ത് ക്ലോസ് ചെയ്തു. അത് വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഇല്ല. രാഷ്ട്രീയ സാഹചര്യം മാറിയെങ്കിലും നേമത്തെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പ്രയാസമാണ്. നേമത്ത് മത്സരിക്കാനില്ല എന്ന് ശിവൻകുട്ടി, വട്ടിയൂർക്കാവിൽ മാത്രമേ മത്സരിക്കൂ എന്ന് സുരേന്ദ്രൻ. ഇത് തമ്മിലൊരു അന്തർധാര ഞങ്ങൾ കാണുന്നുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ആഞ്ഞടിച്ച് CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ. ബിനോയ് വിശ്വം നാലാംകിട രാഷ്ട്രീയക്കാരനെ പോലെ പെരുമാറുന്നുവെന്നും ഇത്തരം ഉത്തരം താങ്ങുന്ന പള്ളിയുടെ മാനസികാവസ്ഥയാണ് CPIക്ക് എന്നുമായിരുന്നു വിമർശനം. S അജയകുമാറിന് മാനസിക വിഭ്രാന്തി എന്നാണ് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസിന്റെ മറുപടി. വാർത്ത വരാൻ വേണ്ടി CPM-നെതിരായി എന്തെങ്കിലും പറയുന്നത് ബിനോയ് വിശ്വം ഒരു കലയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ദീർഘകാലമായി CPIM CPI പോര് തുടരുന്ന പാലക്കാട് ഒറ്റപ്പാലത്തെ മണ്ണൂരിൽ CPIM പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു S അജയകുമാർ. CPIക്കെതിരെയും രൂക്ഷ വിമർശനം. കേവലം 5% വോട്ട് മാത്രമാണ് ഈ കേരളത്തിൽ നിങ്ങൾക്കുള്ള ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല CPI. S അജയകുമാറിന് രൂക്ഷമായ മറുപടിയുമായി CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു മാനസിക വിഭ്രാന്തി ഉണ്ട്. അത് അദ്ദേഹം CPIM-ന്റെ ജില്ലാ നേതൃത്വമാണ് അദ്ദേഹത്തിന് അതിനെ തടയിടേണ്ടത് എന്നുള്ളതാണ് പറയാൻ. S അജയകുമാറിന്റെ പരാമർശത്തിൽ CPIM ജില്ലാ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 പാലക്കാട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു.
73 വയസ്സായിരുന്നു. കൊച്ചിയിലെ VPS ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. നാളെ രാവിലെ 10-ന് ആലുവയിലാണ് ഖബറടക്കം. മധ്യകേരളത്തിൽ മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ മുഖം. ജനപ്രതിനിധിയായും പാർട്ടി പദവികളിലും പതിറ്റാണ്ടുകളോളം അനുഭവ പരിചയം. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 VK ഇബ്രാഹിം കുഞ്ഞിന്റെ അന്ത്യം. ഏറെ നാളായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യനില വഷളായി. കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മധ്യകേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ശബ്ദമായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. പാർട്ടിയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ച നേതാവെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിയോഗം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു കുടുംബാംഗത്തെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. പ്രിയ ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ നിര്യാണം നമ്മളെ എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞെന്ന് നേതാക്കൾ അനുസ്മരിച്ചു. VK ഇബ്രാഹിം കുഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ സഹപ്രവർത്തകനും ജ്യേഷ്ഠ സഹോദരനുമായിരുന്നു. VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ വേർപാട് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. പ്രിയപ്പെട്ട VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ വേർപാട് അങ്ങേയറ്റം ദുഃഖകരമാണ്. മന്ത്രി എന്ന നിലയ്ക്കും എറണാകുളം ജില്ലയിലെ UDFൻ്റെ ഒരു വലിയ അമരക്കാരൻ എന്ന നിലയ്ക്കും വലിയ സേവനമാണ് നടത്തിയിട്ടുള്ളത്. വലിയ അംഗീകാരം നേടിയ ഒരു നേതാവാണ് പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്. അദ്ദേഹത്തിൻ്റെ വേർപാട് അങ്ങേയറ്റം ദുഃഖകരമാണ്. ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ നഷ്ടമാണ്. എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ വേർപാട്ടിൽ ഞാൻ എല്ലാവരോടും കൂടി അനുശോചനത്തിൽ ഏർപ്പെടുന്നു. നാളെ രാവിലെ 10-ന് ആലുവ ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം. ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. 24 കൊച്ചി. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ 24-ന്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മണപ്പാട് ഫൗണ്ടേഷനും തമ്മിൽ അവിശുദ്ധ ബന്ധം എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. VD സതീശന്റെ വിദേശയാത്ര താമസ ചെലവുകൾ വഹിച്ചത് മണപ്പാട് ഫൗണ്ടേഷനാണ് എന്ന് ചെയർമാൻ അമീർ അഹമ്മദ് മൊഴി നൽകിയിട്ടുണ്ട് എന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയും. പ്രതിപക്ഷ നേതാവ് VD സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിൽ നടന്ന ഇടപാടുകളിൽ സംശയിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഒമാൻ എയർവേസ് നൽകിയ കോംപ്ലിമെന്ററി ടിക്കറ്റ് ഉപയോഗിച്ചാണ് VD സതീശൻ UK-ലേക്ക് പോയതും തിരികെ വന്നതും. മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദാണ് സതീശന് വേണ്ടി കോംപ്ലിമെന്ററി ടിക്കറ്റ് തരപ്പെടുത്തിയത്. ഈ ടിക്കറ്റിന് ടാക്സ് അടച്ചിരിക്കുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷനാണ്. VD സതീശന്റെ UK-യിലെ താമസ സൗകര്യവും മറ്റ് ചെലവുകളും വഹിച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷനാണെന്ന് ചെയർമാൻ അമീർ അഹമ്മദ് വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. UK യാത്രയ്ക്ക് പിന്നിൽ മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദും VD സതീശനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും ഗൂഢാലോചനയും നടന്നുവെന്നാണ് വിജിലൻസ് സംശയിക്കുന്നത്. പുനർജനി സ്പെഷ്യൽ അക്കൗണ്ട് വഴിയും മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA കറണ്ട് അക്കൗണ്ട് വഴിയും പണം സ്വരൂപിച്ചു. അതേസമയം UK-യിലെ മലയാളികളിൽ നിന്നും പണം സ്വരൂപിച്ച മിഡ്ലാൻഡ്സ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റും ആ പണം കേരളത്തിലേക്ക് അയച്ച മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിൽ യാതൊരുവിധ MOUവും ഒപ്പുവെച്ചിട്ടില്ല. സാധാരണഗതിയിൽ NGOകൾ തമ്മിൽ ഇത്തരം ഇടപാടുകളിൽ MOU ഒപ്പുവെക്കാറുണ്ടെന്നും വിജിലൻസ് വിലയിരുത്തുന്നു. 24 തിരുവനന്തപുരം. രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിൽ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചു. തന്നെയും ഹർജിയിൽ കക്ഷി ചേർക്കണം എന്നാണ് ആവശ്യം. മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ കേൾക്കണം. തനിക്ക് വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട് എന്നും പരാതിക്കാരി കോടതിയെ അറിയിച്ചു. ആദ്യ കേസിലെ മുൻകൂർ ജാമ്യ ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രസവം കഴിഞ്ഞുപോയ യുവതിയുടെ ശരീരത്തിൽ നിന്ന് തുണിക്കഷ്ണം ലഭിച്ചതായി പരാതി. 2.5 മാസത്തിനു ശേഷമാണ് തുണിക്കഷ്ണം പുറത്തു വന്നത്. ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർക്കെതിരെ പരാതിയുമായി യുവതിയുടെ കുടുംബം രംഗത്തു വന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി OR കേളു 24-നോട് പറഞ്ഞു. ഞാനും അമ്മയും കൂടെ ആശുപത്രിയിൽ പോയി ഡോക്ടറുടെ ഉള്ളിൽ പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞ് ഒരു കുഴപ്പമില്ല, മരുന്നും കാര്യങ്ങളും തന്നു, ഒരു കുഴപ്പമില്ല. 2 പ്രാവശ്യം ചെക്ക് ചെയ്തു, എന്നിട്ടും ഒരു കുഴപ്പമില്ല എന്നാണ് വീട്ടിലോട്ട് വന്നത്. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിയായ യുവതി മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രസവത്തിനെത്തിയത്. വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അസഹനീയമായ വേദനയുണ്ടായി എന്നാണ് യുവതി പറയുന്നത്. ദുർഗന്ധവും അനുഭവപ്പെട്ടു. വേദനയെ തുടർന്ന് യുവതി വീണ്ടും ആശുപത്രിയിലെത്തി. സ്കാനിങ്ങിനോ തുടർ നടപടികൾക്കോ ഡോക്ടർ തയ്യാറായില്ലെന്നാണ് പരാതി. 2.5 മാസത്തിനു ശേഷം തുണി പുറത്തു വന്നതോടെയാണ് ചികിത്സാ പിഴവ് വ്യക്തമായത്. 25 ദിവസം വരെ
ഈ വയറ്റിൽ പിന്നെ ഈ തുണി ചുരുണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ 2 പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, വെള്ളം കുടിച്ചാൽ മതി, എന്നിട്ട് വെള്ളം കുടിച്ചാൽ മതി, പിന്നെ കുറേ മരുന്നൊക്കെ തന്ന് എന്നിട്ട് അങ്ങനെ നമ്മളെ വിട്ട് ചെയ്ത്. ഡോക്ടറുടെ അനാസ്ഥയാണ് ഇത്തരമൊരു അവസ്ഥയ്ക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി യുവതിയുടെ കുടുംബം പരാതി നൽകി. മന്ത്രി OR കേളു ഉൾപ്പെടെയുള്ളവർക്കാണ് പരാതി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയതായി മന്ത്രി 24-നോട് പറഞ്ഞു. പരാതി എനിക്ക് ഇന്നാണ് ലഭിച്ചത്. അതിന്റെ ഒരു നിജസ്ഥിതി അന്വേഷിക്കാനായിട്ട് ഞാനത് ആശുപത്രി സൂപ്രണ്ടിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അടിയന്തരമായിട്ട് അന്വേഷിച്ച് അത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 24 വയനാട്. ആലപ്പുഴ ഹരിപ്പാട് കൈവിട്ട കളിയുമായി ആനപ്പാപ്പാന്മാർ. 6 മാസം പ്രായമായ കുഞ്ഞിനെ മദപ്പാടിലായിരുന്ന ആനയുടെ തുമ്പിക്കൈയിലിരുത്താൻ ശ്രമിക്കുന്നതിനിടെ കുഞ്ഞ് നിലത്തേക്ക് വീണു. 2 മാസം മുൻപ് പാപ്പാനെ കുത്തിക്കൊന്ന ആനയുടെ കാൽച്ചുവട്ടിലേക്കാണ് കുഞ്ഞ് വീണത്. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. വാർത്തയ്ക്ക് പിന്നാലെ കുഞ്ഞിന്റെ പിതാവായ താൽക്കാലിക പാപ്പാൻ അഭിലാഷിനെ ചുമതലയിൽ നിന്ന് മാറ്റി. ആനയുടെ താൽക്കാലിക പാപ്പാൻ കൊട്ടിയം അഭിലാഷിൻ്റെതാണ് കുട്ടി. ക്ഷേത്രത്തിൽ ചോറൂണ് കഴിഞ്ഞ് മടങ്ങും വഴിയായിരുന്നു ആനയുടെ അരികിലെത്തിച്ചത്. പേടിമാറാൻ കാലുകൾക്കിടയിലൂടെയും തുമ്പിക്കൈക്കിടയിലൂടെയും കുട്ടിയുമായി നടന്നു. കൊമ്പിൽ ഇരുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് കയ്യിൽ നിന്ന് കുഞ്ഞ് താഴേക്ക് വീണത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അഭിലാഷിനെ പാപ്പാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതായി ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ 1-ാം പാപ്പാനെ കുത്തിക്കൊല്ലുകയും 2-ാം പാപ്പാനെ മാരകമായി ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു സ്കന്ദൻ. ഇതിനുശേഷം തളച്ച ആനയെ പിന്നീട് പുറത്തിറക്കിയിരുന്നില്ല. സന്ദർശകർക്ക് പോലും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനിടെയാണ് 6 മാസം പ്രായമുള്ള കുട്ടിയുമായുള്ള സാഹസികത. 24 ആലപ്പുഴ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നോക്കാം ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇന്ന് രാത്രി 9 മണി വരെ 1 ലക്ഷത്തിലധികം പേർ ദർശനം നടത്തി. മകരവിളക്ക് പ്രമാണിച്ച് വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കും. പമ്പയിലും നിലയ്ക്കലിലും തീർത്ഥാടകർക്കുള്ള നിയന്ത്രണങ്ങൾ തുടരുകയാണ്. സന്നിധാനത്ത് തിരക്കൊഴിയുന്നതിനനുസരിച്ച് മാത്രമേ പമ്പയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും ഭക്തരെ മല കയറാൻ അനുവദിക്കുന്നു. ഈ മാസം 14-നാണ് മകരവിളക്ക്. കരൂർ ദുരന്തത്തിൽ തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്ക്ക് CBI സമൻസ്. ഈ മാസം 12-ന് ഡൽഹിയിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. കേസിൽ ഇതാദ്യമായാണ് വിജയ്ക്ക് നോട്ടീസ് അയക്കുന്നത്. നേരത്തെ കരൂരിൽ ക്യാമ്പ് ചെയ്തിരുന്ന CBI സംഘം TVK ജനറൽ സെക്രട്ടറി N ആനന്ദ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വിജയ്ക്ക് സമൻസ് അയച്ചത്. വിജയുടെ പൊങ്കൽ ചിത്രം ജനനായകന്റെ റിലീസിംഗിൽ പ്രതിസന്ധി തുടരുന്നു. നിർമ്മാതാക്കളായ KVS പ്രൊഡക്ഷൻസ് നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി നാളെ പരിഗണിക്കും. ചിത്രത്തിന്റെ സർട്ടിഫിക്കേഷനായി റിവൈസിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ഈ മാസം 9-നാണ് ചിത്രം റിലീസ് ചെയ്യേണ്ടത്. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലി പൂർത്തിയാക്കി ഡിസംബർ 19-നാണ് സിനിമ സെൻസർ ബോർഡിന് നൽകിയത്. 22-ന് സിനിമയിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചു. ഇതുപ്രകാരം ഡിസംബർ 24-ന് തന്നെ മാറ്റങ്ങളോടെ ചിത്രം സമർപ്പിച്ചു. എന്നാൽ പിന്നീട് നടപടിയുണ്ടായില്ല. ജാനുവരി 5-നാണ് ചിത്രത്തിന്റെ സർട്ടിഫിക്കേഷനായി റിവൈസിംഗ് കമ്മിറ്റിയെ രൂപീകരിച്ചത്. സെൻസർ ബോർഡ് ചെയർമാന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സമിതി. ഒരു ബോർഡ് അംഗത്തിന്റെ നേതൃത്വത്തിൽ 9 പേർ സമിതിയിൽ വേണമെന്നും നിർദ്ദേശിച്ചു. മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള സീനുകൾ ചിത്രത്തിലുണ്ടെന്ന കാരണത്താലാണ് സെൻസറിംഗ് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടത്. വിജയുടെ വിടവാങ്ങൽ ചിത്രമായതിനാൽ തന്നെ ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം ജനനായകന്റെ ടിക്കറ്റുകൾ നേരത്തെ വിറ്റുതീർന്നു. വലിയ പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. ഇതിനിടെയാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാത്തത് പ്രതിസന്ധിയായത്. 24 ചെന്നൈ. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.